കൂടാണ്ട് വേറൊരാൾ വന്നിരുന്നു, റോക്കിക്കും ഞാൻ പൈസ കൊടുത്തിരുന്നു. ഞാൻ ഓരോരോ ആൾക്കാർ എന്റെ ലൈവില് സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുത്തിട്ടാ കൊണ്ടുവരില്ല. ആണ് ഞാനല്ല, എന്റെ കമ്പനി കൊടുത്തു. എന്നോട് ഞാൻ അറിഞ്ഞ കാര്യം അതാണ്. എന്റെ കമ്പനി അയാൾക്ക് പൈസ കൊടുക്കുന്നു, എന്നോട് പറയുന്നു അയാൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. ഓക്കെ, എന്റെ ലൈവിൽ വന്നിരിക്കുന്നു, സംസാരിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇതിന് ഞാൻ എന്താണ് ചെയ്തത് ഒന്ന് പറ. ഈ കമ്പനി എന്ന് പറയുന്നത് അപ്പനും സുഭദ്ര അടങ്ങുന്ന വേറെ ട്രസ്റ്റ് ഒന്നും അല്ലല്ലോ. അപ്പനും സുഭദ്ര തന്നെ എന്റെ അപ്പനാണോ ചങ്ങായി ഉദ്ദേശിച്ചത്? പിന്നെ അല്ല, സ്ഥിരമായിട്ട് ഉത്തരം മുട്ടുമ്പോ തന്തക്ക് വിളിക്കുന്ന ഒരു സ്വഭാവം അഖിൽമാരാറിനുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, എനിക്ക് കമ്പനി ഉണ്ട്, എനിക്ക് ഓർഗനൈസേഷൻ ഉണ്ട്, എനിക്ക് കമ്പനി ഉണ്ട്. ഓരോ ആൾക്കാർ ഇവിടെ വരുന്നത് കറക്റ്റ് എന്റെ ഓൺ, ഞാനും കൂടി പാർട്ടായിട്ടുള്ള കമ്പനിയാണ്, എനിക്ക് ഷെയറുള്ള കമ്പനിയാണ്. നമ്മൾ MRC എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഗനൈസേഷനാണ്. അല്ല, ഞാൻ എന്തിനാ ഇതെല്ലാം നിന്നോട് ബോധിപ്പിക്കേണ്ട കാര്യം? ഞാൻ ഓരോരാളെ കൊണ്ടുവരുമ്പോ ഓരോ പൈസ കൊടുക്കും, മനസ്സിലാ? ഞാൻ പറയുന്നത് തൊപ്പി ജിൻഡോയ്ക്ക് പൈസ കൊടുക്കാതെയാണ് കൊണ്ടുവന്നത്. അത് നീ നേരത്തെ നീ പറഞ്ഞത് ജിൻഡോ എനിക്ക് പൈസ തന്നിട്ടാണ് PR ചെയ്തത്, അത് പൊളിഞ്ഞു. ഇനി അടുത്തത് ജിൻഡോ പൈസ കൊടുക്കാണ്ടാണ് വന്നത്. അടുത്തത് എന്ന് പറയുന്നത് പണം തന്നെ ആവണമെന്നില്ല തൊപ്പി. എങ്ങനെ? ഒരാൾക്ക് ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്വാധീനമാണുള്ളത്. സമൂഹത്തിൽ ഇപ്പൊ 1 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു പയ്യന് ആരെങ്കിലും ഒരാൾ ഒരു ഡ്രസ്സ് കൊടുത്തിട്ട് ആ ഡ്രസ്സ് ഒരു മെൻഷൻ ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആ ഫോളോവേഴ്സിലൂടെ ആ ഡ്രസ്സ് 10 പേരിലേക്ക് എത്തുക. അതുകൊണ്ടാണ് ഈ ടെക്സ്റ്റൈൽസ് കമ്പനികളും ബോട്ടിക്കുകളും ആൾക്കാരെ വെച്ച് മെൻഷൻ ചെയ്ത് കൊളാബ് കൊടുക്കാൻ പറയുന്നത്. അതേപോലെ നിന്റെ ഉദ്ദേശം അതും ഇതും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറ. എന്താണ് നിന്റെ റിട്ടേൺ? എന്നെ വിളിച്ചത് എനിക്ക് കണ്ടന്റ് അല്ലേ നിന്റെ റിട്ടേൺ? എന്ത് റിട്ടേൺ? നിങ്ങൾ ഫീൽഡ് ഔട്ട് ആണെങ്കിൽ ഞാൻ ഫീൽഡ് ഔട്ട് ആവും. ഞാൻ നിങ്ങൾ ഈ കണ്ടന്റ് ഞാൻ കണ്ടന്റാണെന്ന് പറയുന്നത്. അതിന് മാത്രമല്ല, എന്ത് കണ്ടന്റ് വാല്യൂ നിങ്ങൾക്ക് ഉള്ളത്? പണ്ടുണ്ടായിരുന്നു. നിനക്ക് വ്യത്യാസം അതാണ്. നിനക്ക് നിന്റെ കണക്ക് ഈ മൊബൈൽ എടുത്ത് തൊലിച്ചോണ്ടിരിക്കുന്ന പണിയല്ല എനിക്ക്. തൊലിച്ചോണ്ടിരിക്കുന്നത് നിങ്ങളെ ഭാഷ ഇത്ര അധപ്പതിച്ചു പോയത്. അഖിലെ, ഈ തൊലിച്ചോണ്ടിരിക്കുന്ന കൊടച്ചോണ്ടിരിക്കുന്ന തന്തക്ക് വിളി ഇങ്ങനെയൊക്കെ ആയോ അഖിൽമാരാറ്? റീച്ച് കുറയുമ്പോഴേക്ക് ഇങ്ങനെയൊക്കെ ആയോ അഖിൽമാരാറ്? ആണ്. ഇപ്പൊ തൊലിച്ചോണ്ടിരിക്കണ്ടെന്നെല്ലാം പറയേണ്ട കാര്യം എന്താ? ആരാ ബോധമില്ലാത്ത കാര്യം പറഞ്ഞത്? ആദ്യം ആരാ പറഞ്ഞത്? ഞാനിതിൽ ഇടപെടാൻ കാരണം എന്താ? ഞാനാരെ പേടിക്കുന്ന? അഖിലെ, നീയല്ലേ പേടിക്കുന്നത്? നിനക്കല്ലേ പേടി? ഞാൻ എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. പൊതുസമൂഹത്തിന്റെ മുന്നില് ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അനീഷിന് വേണ്ടി വോട്ട് ചോദിച്ചെങ്കിൽ നാളെ അനീഷിനെ കൊണ്ട് നിനക്ക് മറ്റൊരു ഉപകാരം. അതാണ് പണം മാത്രമാണ്. നീ എന്ത് വേണേലും പറഞ്ഞുണ്ടായിക്കോ അഖിലെ. നീ ഓരോ മിനിറ്റിലും ഓരോ വാക്കുകൾ ജനത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കും. ഇത് തന്നെയാണ് നീ പണ്ട് മുതലേ ചെയ്തോണ്ടിരിക്കുന്നത്. നീ എന്താന്ന് വെച്ചാ ചെയ്തോ. ഒരിക്കലും അങ്ങനെ ഒരു ഡീല് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ജയിച്ചു കഴിഞ്ഞപ്പം അയാൾ എന്റെ ലൈവിലേക്ക് വന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു താല്പര്യം എനിക്ക് ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ കൊണ്ടുവന്നാള് വിനുവാണ്. കൊണ്ടുവന്നാള് വിനു എന്ന് പറഞ്ഞാൽ അച്ചായനും ജിൻഡോവും തമ്മിലാണ് ഈ ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് ഇവരാരുമായിട്ട് പരിചയമില്ല. അച്ചായൻ എന്റെ ഫ്രണ്ടാണ്. അച്ചായനാണ് ഇവന്മാരുമായിട്ട് പരിചയം. നീ എന്താ വാക്കുകൾ വളച്ചൊടിക്കുന്നെങ്കിലേ? നീ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറ. അല്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അച്ചായനെ പരിചയം കാണത്തില്ല, അച്ചായനെ സ്വന്തം അഭിപ്രായത്തിൽ കൊണ്ടുവന്നാണെന്ന് പറയും. മാരാറ് ചിലപ്പോ അങ്ങനെ ആയിരിക്കണം, പക്ഷെ ഞാൻ അങ്ങനെയല്ല മാരാറ. ഞാൻ എന്റെ